ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടപ്പാം സി ഓ ഓക്കെ. നമുക്ക് സ്റ്റോറി ടപ്പാം. നമ്മൾ ഹീറോ ആറമ്മക്ക് വൈഫുണ്ട്. വൈഫിൻ്റെ പേര് പൂജ. വൈഫ് രണ്ടുപേരും ലവ് മാരേജാണ് ചെയ്തത്. അതുപോലെ പൂജക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല പൂജ ഒരുപാട് ലവ് ചെയ്യാം, രണ്ടുപേരും സിൻസിയർ ലവ് ചെയ്യാം. അവർക്ക് മാരേജുമായിരുന്നു. അവർക്ക് 2 ബേബീസും ഉണ്ട്. ഒരു ബോയ് ബേബി, ഒരു ഗേൾ ബേബി, ട്വിൻസാണ്. പൂജ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ജോലിയായിട്ടുണ്ടാവും. പറയാൻ തുടങ്ങി, പൂജ എന്ത് പറ്റി ഇല്ലടാ, നമുക്ക് ഇങ്ങനെയായിട്ട് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൂജ പറയാൻ തുടങ്ങി, ശരി എന്ന് പറഞ്ഞ് പൂജ രണ്ടുപേരും കറങ്ങാൻ എപ്പോഴും കറങ്ങാം. അങ്ങനെയായിട്ട് അവർക്ക് പ്രായം അവർക്ക് കമ്പനി ഉണ്ട് അങ്ങനെ പൂജ പറയാൻ തുടങ്ങി, എനിക്ക് ഇന്ത്യക്ക് പോകണം എന്ന് പറഞ്ഞാണ് പൂജ. ശരിയെന്ന് പൂജ ഇന്ത്യക്ക് വന്നായിരുന്നു. അതെ, ഇന്ത്യയിലാണ് നമ്മളെ ഹീറോയി ഉള്ളത്. അതെ, ഹീറോയിൻ്റെ പേര് പ്രിയ. പൂജ പറഞ്ഞ ഹീറോയിൻ്റെ ടീച്ചറാണ്. അതെ, ഹീറോയിൻ കോളേജ് കൊറിയയിലാണ് പഠിക്കുന്നത്. ഹീറോയിൻ പ്രൊഫസർ. അതുകൊണ്ട് പൂജ ഇങ്ങനെ ഇന്ത്യക്ക് വന്നായിരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് പൂജക്ക് ഇങ്ങനെ പ്ലേസെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെല്ലാം നോക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലെല്ലാം കറങ്ങി കുറച്ച് എൻജോയ് ചെയ്ത് ഹീറോയിൻ നോക്കുമായിരുന്നു ആറാമിന് ഹീറോയ്ക്ക് വൺ സൈഡ് ലവ് ചെയ്യാം. അതുകൊണ്ട് ആറാമൊക്കെ മാരേജ് ആയി അറിഞ്ഞത് കൊണ്ട് ഹീറോയ്ക്ക് മനസ്സ് തുടങ്ങി നമ്മുടെ ടീച്ചറിനാ മാരേജ് കഴിച്ചതെന്ന് ഹീറോയ്ക്ക് അറിഞ്ഞായിരുന്നു. ഹീറോയിൻ സാഡായിരുന്നു. ശരി എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ വീട് വാടി വരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. പറയുന്നു, ആറാമിൻ്റെ വൈഫ് ട്രിപ്പ് പോയായിരുന്നു. അതെ, ട്രിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോയായിരുന്നു, ബിസിനസ് ട്രിപ്പിക്ക്. പൂജക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഫോറിൻ, അതെ അമേരിക്കയിലെ ലണ്ടനിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു പൂജക്ക്. പൂജ പറഞ്ഞാൽ പോയിരുന്നു ട്രിപ്പ്. പൂജ പോകുന്ന ഫ്ലൈറ്റ് ഇത് കടൽക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് പൂജ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. പൂജ ഇതായിരുന്നു അറിഞ്ഞ ന്യൂസ്. കരയായിരുന്നു. ആറാമിന് സമാധാനമാക്കായിരുന്നു. അതുമാത്രമല്ല, ഫ്ലൈറ്റിൽ നോക്കുമ്പോൾ പൂജ ഫ്ലൈറ്റിലില്ല എന്ന് അറിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അവൾക്ക് പോയിട്ട് നോക്കുമ്പോൾ പൂജ കയറിയായിരുന്നു. ഇതുകൊണ്ട് കയറിയായിരുന്നു. എന്ത് പറ്റി പൂജ, സോറി എല്ലാം നടന്ന എന്ന് പറഞ്ഞിട്ട് കയറിയായിരുന്നു. പൂജക്കൊന്നും മനസ്സിലായില്ല. ഈ ജാക്സൺ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞാണ്. എന്താ ഇപ്പം പെണ്ണിട്ട് പറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ ബാക്ക് ഹാക്ക് ചെയ്തായിരുന്നു. നന്നായിട്ട് പെണ്ണിട്ടാണ്. ഇത് കണ്ട് കയറിയായിരുന്നു. സോറി എല്ലാം നടന്ന ഇപ്പം എനിക്ക് മാരേജ് ആയെന്ന്. അവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാന്ന് പറയുന്ന ശരി എന്ന് അവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്ത്. ഒരു കാര്യം പറയാം, എന്താ ഈ മാരേജ് കയറാം എന്ന് പറഞ്ഞിട്ട് കയറിയായിരുന്നു. നമുക്ക് വേറെ വഴിയില്ല. ശരി, ഓക്കെ എന്ന് പറഞ്ഞു പൂജനെ വിട്ട് പിരിഞ്ഞ്. അങ്ങനെ പൂജ ഇപ്പം ബേബീസൊക്കെ 3 വയസ്സായ അത്രയാണ്. 3 വയസ്സ് കുട്ടി സ്കൂൾക്ക് പോകാനായില്ല ബേബീസ്. കഷ്ടപ്പെട്ട് ബേബീനെ നന്നായിട്ട് ക്യാരിങ് ചെയ്യുന്നത്. ഹീറോയിൻ്റെ വീട് അങ്ങനെ ആറാമിൻ്റെ അടുത്താണ് ഹീറോയിൻ്റെ വീട്. ബേബീസ് എല്ലാം ഹീറോയിൻ്റെ അടുത്ത് വരായിരുന്നു. ആറാമിൻ്റെ മമ്മി പറയായിരുന്നു, ഹീറോയിൻ നോക്കിക്കോളാം ബേബീനെ. അങ്ങനെ ഹീറോയിൻ ബേബീസ് നന്നായിട്ട് നോക്കുമായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ ബേബീസിനെ നന്നായിട്ട് കെയറിങ് ചെയ്ത് നോക്കും. പിന്നെ ഇതും കണ്ട് ഹീറോയിൻ ജോലിയായിട്ട് പഠിക്കാൻ പോവും. പൂജ പ്രൊഫസറായിട്ട് വരില്ല എന്ന് വേറെ ആൾ പ്രൊഫസറായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ജോലിയായി സംസാരിച്ചായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് വന്നായിരുന്നു. വന്നായിരുന്നു. ഹീറോയിൻ്റെ മമ്മിയും പോയായിരുന്നു. ഇന്ത്യയിൽ ഒരു ബോയ് ഉണ്ടായിരുന്നു. ആ ബോയ് ഹീറോയിന് മാരേജ് കഴിക്കാൻ വരട്ടെയായിരുന്നു. ഹീറോയിൻ പറഞ്ഞു, എനിക്ക് ഇതിനെ ഇഷ്ടമല്ല, അച്ഛൻ മൂക്കച്ഛന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ താലി വെച്ചിട്ട് ഇത് കളിക്കായിരുന്നു. ഹീറോയിൻ കയറിയായിരുന്നു. അവനക്ക് വയസ്സ് 30 വയസ്സായി. ഹീറോയ്ക്ക് അവനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാനിവന് മാരേജ് കഴിക്കില്ല എന്ന് ഹീറോയ്ക്ക് അറിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മന് വരട്ടെയായിരുന്നു. ഇതിലാരോ ഒരാൾ മാരേജ് ഇല്ല, ഇവൻ മാരേജ് കഴിക്കണം, വേറെ ആരും മാരേജ് കഴിക്കണമെന്ന് ഹീറോയിൻ അവർക്ക് ഒരു ഇഷ്ടമായിട്ട്. എൻ്റെ മോൻ മാരേജ് കഴിക്കണം, എന്താ ആൻറ്റി വരട്ടെയായിരുന്നു. ഹീറോയിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ്. ഹീറോയിൻ അമ്മയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഹീറോയിൻ്റെ അച്ഛനക്ക്. അതുകൊണ്ട് ഹീറോയിനും വരട്ടെ. ഹീറോയിൻ്റെ ഫാമിലി സംബന്ധമാണ്. ഹീറോയിൻ്റെ പറഞ്ഞ അങ്കിളിൻ്റെ മാരേജ് കഴിച്ചതായിരുന്നു. ആൻറ്റിയും വരട്ടായിരുന്നു. അങ്കിൾക്ക്
പാവമാണ് അങ്കിൾ. അങ്ങോട്ടേക്ക് ഭയങ്കര പേടിക്കാണ്. അങ്കിളാണ്. അതെയാണ് അങ്കിൾ പറഞ്ഞ ഹീറോയിൻ്റെ മമ്മിൻ്റെ ഫ്രണ്ട്. അതെ, മമ്മിൻ്റെ ഫ്രണ്ടാണ് അങ്കിൾ. അതുകൊണ്ട് ഹീറോയിന് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫാമിലി ഫ്രണ്ടല്ല. ഹീറോയിന് മാരേജൊക്കെ പറഞ്ഞാൽ ആറമ്മിന് മമ്മി പറഞ്ഞു നീ താലി കെട്ടാന്ന്. ആറം പറയാം ഷോക്കായി. ഹീറോയിൻ്റെ മമ്മി എന്താ പറഞ്ഞു വേറെ വഴിയില്ല. അവൻ താലി കെട്ടുന്ന പറഞ്ഞായിരുന്നു. അവിടെ താലി ഓൾറെഡി ഉണ്ടായിരുന്നു. ഹീറോയിന് കല്യാണം വേണ്ടി റെഡിയാക്കി വെച്ചായിരുന്നു, ഇരുത്തിയായിരുന്നു. താലി ഇത് വരുന്ന മുമ്പ് ആറം എടുത്ത് ഹീറോയിൻ്റെ അടുത്ത് വന്ന് താലി കെട്ടി. ഇത് കണ്ടെല്ലാം ഷോക്കായത്. അവരെ പറയുന്ന പോലീസ് വന്ന് അവരെ പിടിച്ചോണ്ട് പോയി. ആറം സോറി പറഞ്ഞ് ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ബേബീസിന് ഇങ്ങനെയായിട്ട് ഹീറോയി വേറെ റൂം കൊടുത്തായിരുന്നു. ഹീറോയി ബേബീസിന് നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങിയായിരുന്നു. നമുക്ക് ഇങ്ങനെ കെയറിങ് ആയിരുന്നു, ഭയങ്കര പിടിച്ചായിരുന്നു. അങ്ങനെ ആറാമിൻ്റെ വൈഫ് പറഞ്ഞ എക്സ് വൈഫിക്ക് ബേബി ജനിച്ചായിരുന്നു. ട്വിൻസാണ്. അങ്ങനെ ആറാമുക്ക് ഭയങ്കര സാഡായിരുന്നു. അതുകൊണ്ട് ആറാമിൻ്റെ വൈഫ് പറഞ്ഞിടാ അതുകൊണ്ട് സാരില്ലടാ ആറാം അങ്ങനെയായിട്ട് ഹീറോയി ഡേയ്സ് പോകാൻ തുടങ്ങി. ഒരു ആറാം കുടിച്ച് വന്നായിരുന്നു. ഹീറോയും കൂടെ ക്ലോസ് ആയിരുന്നു. ഇപ്പം ഹീറോയ്ക്ക് 19 വയസ്സായി. അതായത് 19 വയസ്സ്. ഇപ്പോൾ കുട്ടികൾക്ക് 4 വയസ്സായിരുന്നു. ഹീറോയും കൂടെ ക്ലോസ് ആയിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് ഡേയ്സ് പോകുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് എന്താണ് നടക്കുന്നത്. ഹീറോയി ഉറങ്ങിയപ്പോഴാണ് ആരും ഹീറോയും കൂടെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് നല്ല ഡീപ്പ് വർക്കായിരുന്നു. എന്ത് നടക്കുന്ന ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് വോമിറ്റ് ആയി. ഹീറോയ്ക്ക് ഡൗട്ട് വന്ന് ചെക്കനൊക്കെ പെണ്ണിട്ടായിരുന്നു. ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് ഷോക്കായിരുന്നു. ആറമുക്ക് ഷോക്കായിരുന്നു. അതെങ്ങനെയാണ് ആറമുക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഹീറോ ഇപ്പം ഇങ്ങനെ ബേബീസിനെ കെയറിങ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അത് മാത്രമല്ല ഇങ്ങനെ ഹീറോ ഇങ്ങനെ പെണ്ണിട്ട് അത് ആറമുക്ക് മനസ്സിലായില്ലായിരുന്നു. ആറമുക്ക് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു. അത് മാത്രം ആറമുക്ക് ഡൗട്ട് വന്നായിരുന്നു. ഫസ്റ്റ് ഹീറോ എണിച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതാ ഫസ്റ്റ് ആറമാണ് എണിച്ചത്. നമുക്ക് മനസ്സിലായി ഈ ബേബി എൻ്റെതെന്ന്. ഫസ്റ്റ് കണ്ടു തുറന്ന ഹീറോയിനെ നോക്കുമ്പോൾ അയ്യോ നടന്നിട്ട് നമുക്ക് മനസ്സിലായി. ഹീറോയിനെ ഭയങ്കര കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു. ഹീറോയിൻ കൺഫ്യൂസ് ആയിരുന്നു. എങ്ങനെ ഇപ്പം നടന്നത്.